ഹലോ ഫ്രണ്ട്സ്, LDC മലപ്പുറം ജില്ലയിലെ 2024 ചോദ്യപേപ്പറായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കൻ്റലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നിലവിൽ വന്ന ഭരണഘടന പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. 3. 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയിന്മേൽ ഒരു ചുങ്കം ചുമത്തി. 4. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെഡ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ തെറ്റ്. നമ്മളോട് ശരിയായവ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1, 3, 4 ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പ്രധാന വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ വിപ്ലവം അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1765 മുതൽ 1883 വരെയാണ് നീണ്ടുനിന്നത്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെടുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന ആശയമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ ആശയം അതിന് പകരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ആശയം ഇതാണ്. ഒന്നും കൂടെ പറയാം. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെടുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാവാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെയ്ഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിൽ ആദ്യമായി എത്തിയ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ അമേരിക്കയിൽ കോളനി സ്ഥാപിച്ചു. ഇവിടെയാണ് ശരിക്കും പറഞ്ഞ അമേരിക്കയുടെ കോളനിവൽക്കരണത്തിൻ്റെ തുടക്കമെന്ന് പറയാം. ഈ പിൽഗ്രിം ഫാദേഴ്സ് അല്ലെങ്കിൽ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്ന ഈ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആളുകൾ അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു? പതുക്കെ പതുക്കെ അമേരിക്കയെ കോളനൈസ് ചെയ്ത് തുടങ്ങുന്നു. 18-ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഏകദേശം 13 കോളനികൾ, എക്സാക്റ്റായിട്ട് പറഞ്ഞാൽ 13 കോളനികൾ സ്ഥാപിക്കുന്നു. 1756 മുതൽ 1763 വരെ ബ്രിട്ടീഷ് കോളനികളും ഫ്രാൻസും വടക്കേ അമേരിക്കയിൽ വെച്ചൊരു കരയുദ്ധമുണ്ടാകുന്നു. ഈ യുദ്ധമാണ് 7 Years വാർ അല്ലെങ്കിൽ ഫ്രഞ്ച് ആൻഡ് ഇന്ത്യൻ വാർ എന്നറിയപ്പെടുന്നത്. 7 Years വാർ എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവവുമായി റിലേറ്റ് ചെയ്ത ഒരു ഇൻസിഡൻ്റ് ആണെന്ന് ഓർത്തിരിക്കണം. ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. മെർക്കൻ്റലിസ്റ്റ് നയങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, ആ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞ മെർക്കൻ്റലിസ്റ്റ് നയങ്ങൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത് അല്ലെങ്കിൽ എന്താണത് എന്ന് നോക്കാം. മെർക്കൻ്റലിസം മാതൃരാജ്യത്തിൻ്റെ ലാഭത്തിനായുള്ള ചൂഷണ സാമ്പത്തിക സിദ്ധാന്തം. അതായത് ഇപ്പോൾ ഇവിടെ ആരാണ്? ബ്രിട്ടൻ അവരുടെ ലാഭത്തിനായി അമേരിക്കൻ കോളനികളെ എന്ത് ചെയ്യുന്നു? പലതരത്തിൽ ചൂഷണം ചെയ്യുന്നു. പലതരം ആക്റ്റുകളും പലതരം നിയമങ്ങളും കൊണ്ടുവന്ന് ചൂഷണം ചെയ്യുന്നു. ഇതിനെ ഒരു മൊത്തത്തിൽ എങ്ങനെ പറയാം? മെർക്കൻ്റലിസം എന്ന് പറയാം. ശരിക്കും സാമ്പത്തികമായ ചൂഷണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന കുറേ അധികം നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചസാര ആക്ട് 1764 വന്ന ഒരു ആക്റ്റാണ് പഞ്ചസാര ആക്ട്. ശ്രദ്ധിക്കണം, ഞാനിത് ക്രൊണോളജിക്കൽ ഓർഡറിലായിരിക്കും പറയുന്നത്. ആദ്യം എന്തൊക്കെയാണ് വന്നത് എന്നുള്ള രീതിക്കായിരിക്കും പറയുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യണേ. പഞ്ചസാര ആക്ട് വരുന്നത് 1764 ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയ്ക്ക് നികുതി ചുമത്തുന്ന നിയമമായിരുന്നു അത്. പിന്നീട് കറൻസി നിയമം വരുന്നുണ്ട്. അതും അതേ വർഷം തന്നെയാണ് വന്നത്. സ്റ്റാമ്പ് ആക്ട് 1765 ഔദ്യോഗിക രേഖകളിൽ സ്റ്റാമ്പ് പതിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് വന്ന ആക്റ്റാണിത്. ഈ ആക്ടിനെതിരെ ഉയർന്നു വന്ന മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. അതായത് റെപ്രസെൻറ്റേഷൻ കൊടുക്കാതെ, ഇപ്പം നമുക്ക് പാർലമെൻറ്റിൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാതെ നമ്മൾ ടാക്സ് പേ ചെയ്യില്ല.
അതായത് ഇവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു, ആർക്ക്? കോളനികളിലുള്ള ആളുകൾക്ക്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സ്റ്റാമ്പ് ആക്ട് പോലെയുള്ള ചൂഷണപരമായ ആക്ടുകൾക്കെതിരെ ഉയർന്നു വന്നൊരു മുദ്രാവാക്യമാണിത്. ഇതും ചോദിച്ചിട്ടുണ്ട്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. അതും ഓർത്തിരിക്കുക. ജെയിംസ് ഓട്ടിസ് ഉയർത്തിയ മുദ്രാവാക്യമാണിത്. നെക്സ്റ്റ് ക്വാർട്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് വന്നു. 1765 ക്വാർട്ടറിംഗ് ആക്ട് വരുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സൈനികർക്ക് ഭക്ഷണവും പാർപ്പിടവും കോളനി വാസികൾ നൽകണമെന്ന് നിർബന്ധമാക്കുന്ന ഒരു നിയമമായിരുന്നു ഈ ക്വാർട്ടറിംഗ് ആക്ട് എന്ന് പറയുന്നത്. 1765 ഇത് വരുന്നത്. ബ്രിട്ടീഷുകാരുടെ വ്യാപാര നിയമങ്ങൾക്കെതിരെ സാമുവൽ ആഡംസ് എന്ന് പറഞ്ഞ വ്യക്തി രൂപീകരിച്ച ഒരു പാർട്ടിയാണ് സൺസ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. സൺസ് ഓഫ് ലിബർട്ടി 1765 സാമുവൽ ആഡംസ് ബ്രിട്ടീഷുകാരുടെ ഇങ്ങനെയുള്ള ദ്രോഹപരമായ വ്യാപാര നിയമങ്ങൾക്കെതിരെ രൂപീകരിച്ചൊരു സംഘടനയായിരുന്നു. സാമുവൽ ആഡംസിനെ അതുകൊണ്ട് തന്നെ അമേരിക്കൻ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. അപ്പം ഇനിയും നെക്സ്റ്റ് വരുന്നത് ടൗൺഷെൻഡ് ആക്ട് ആണ്. ഈ ടൗൺഷെൻഡ് ആക്ട് നിലവിൽ വരുന്നത് 1767 തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് നികുതി ഏർപ്പെടുത്തി ഇതുവഴി. ആ സമയത്ത്, അതായത് ഈ ടൗൺഷെൻഡ് ആക്ട് നിലവിൽ വരുമ്പോൾ ബ്രിട്ടീഷ് ധനകാര്യമന്ത്രി ചാൾസ് ടൗൺഷെൻഡ് ആയിരുന്നു. റവന്യൂ ആക്ട്, കസ്റ്റംസ് ആക്ട്, ഡ്യൂട്ടി ആക്ട്, ഇൻഡംനിറ്റി ആക്ട് എന്നിവ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇതെല്ലാം ചേർന്നൊരു ആക്റ്റാണ് ടൗൺഷെൻഡ് ആക്ട് എന്ന് പറയുന്നത്. പ്രത്യേകം ഓർക്കണം, തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് നികുതി ഏർപ്പെടുത്തി. ഇത് അതുപോലെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും. പിന്നീട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബോസ്റ്റൺ കൂട്ടക്കൊല എന്ന് പറയുന്നത്. 1770 മാർച്ച് 5 ടൗൺഷെൻഡ് ആക്ടിനോടനുബന്ധിച്ച് ബ്രിട്ടീഷ് സൈനികർക്കെതിരെ കുറച്ച് കോളനിവാസികൾ പ്രതിഷേധിക്കാൻ പോയി. ആ പ്രതിഷേധക്കാർക്ക് നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 5 പേർ കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണിത്. ഈ സംഭവത്തെ, ബോസ്റ്റൺ കൂട്ടക്കൊലയെ, ദ ഇൻസിഡൻറ്റ് ഓഫ് കിങ് സ്ട്രീറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്നാണ് ദി ഇൻസിഡൻറ്റ് ഓഫ് കിങ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ബോസ്റ്റൺ കൂട്ടക്കൊല നടക്കുന്നത് 1770 മാർച്ച് 5 ബോസ്റ്റൺ കൂട്ടക്കൊല എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യങ്ങൾ പൊതുവെ കാണാറുള്ളത്. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ കൂട്ടക്കൊല. ഓക്കെ, നെക്സ്റ്റ് ബോസ്റ്റൺ ടീ പാർട്ടി. 1773 ഡിസംബർ 16 രാത്രി റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ഒരു വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു? സാമുവൽ ആഡംസിൻ്റെ നേതൃത്വത്തിൽ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവത്തെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി. സ്ഥിരം നമ്മളുടെ ചോദ്യപേപ്പറിൽ ബോസ്റ്റൺ ടീ പാർട്ടി ഉണ്ടാവാറുണ്ട്. ബോസ്റ്റൺ ടീ പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടാണ്? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1773 ഡിസംബർ 16 നടക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിയുകയാണ്. സാമുവൽ ആഡംസിൻ്റെ നേതൃത്വത്തിൽ വന്ന റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച കോളനിയിലെ ജനങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഗവൺമെൻറ് ടീ ആക്ട് 1773 തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? ഈ ബോസ്റ്റൺ ടീ പാർട്ടി പോലൊരു വലിയ പ്രതിഷേധം കോളനിയിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കുമോ? അവരിതിനെ ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? അവർ അസഹനീയമായ നിയമങ്ങൾ അല്ലെങ്കിൽ ഇൻടോളറബിൾ ആക്ട്സ് പാസ്സാക്കിക്കൊണ്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടിക്കെതിരെ പ്രതിഷേധിച്ചത്. ബോസ്റ്റൺ തുറമുഖ നിയമം, മസാച്യുസെറ്റ്സ് ഗവൺമെൻറ് ആക്ട്, നീതിയുടെ നിഷ്പക്ഷ ഭരണത്തിനായുള്ള നിയമം എന്നിവ ഈ അസഹനീയമായ നിയമങ്ങൾ അല്ലെങ്കിൽ ഇൻടോളറബിൾ ആക്ട്സിനകത്ത് ഉൾപ്പെടുന്നു. മനസ്സിലാക്കണം, ഇതൊരു ആക്റ്റ് അല്ല, ഒരുപാട് ആക്റ്റുകൾ ചേർന്നതാണ്. അതായത് ഇവർക്ക് തീർത്തും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല ആക്റ്റുകളും പിന്നീട് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇവർ ഈ ബോസ്റ്റൺ ടീ പാർട്ടിയിലൂടെ ഇങ്ങനൊരു രീതിയിൽ പ്രതിഷേധിച്ചതിന്, കോളനിക്കാർ പ്രതിഷേധിച്ചതിന്. അതിനുശേഷം അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. 1774 ഫിലാഡൽഫിയയിൽ വെച്ചാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 13 കോളനികളുണ്ടല്ലോ, എന്നാൽ ഇതിൽ ജോർജിയ മാത്രം പങ്കെടുത്തില്ല. അപ്പോൾ 13 കോളനികളിൽ ഒരാൾ മാത്രം ഇതിൽ പങ്കെടുക്കുന്നില്ല. ഇതിൻ്റെ ഭാഗമായി കോളനി ജനത ഇംഗ്ലണ്ട് രാജാവായ ജോർജ് മൂന്നാമന് നിവേദനം നൽകും. ആ നിവേദനങ്ങളെയാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് എന്ന് വിളിക്കുന്നത്.
ഓക്കെ, ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 ഫിലാഡൽഫിയയിൽ വെച്ച് നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിന് എന്ത് ചെയ്യുന്നു? കോളനി ജനത അവരുടെ ആവശ്യങ്ങളെല്ലാം ചേർത്ത് ഒരു നിവേദനം നൽകും. ആ നിവേദനത്തിനെയാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്, അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇനിയും തുടർന്ന് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നു. 1775 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയ പ്രമുഖരായ നേതാക്കളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ജോർജ് വാഷിങ്ടണിനെ ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? സൈന്യാധിപനായി, എല്ലാ കോളനികളുടെയും സൈന്യാധിപനായി, സർവ്വസൈന്യാധിപനായി തിരഞ്ഞെടുക്കുന്നു. ഇവിടെ ഒരു പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്, ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്ന് പറയും. ഈ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷനകത്ത് പെറ്റീഷൻ എന്ന് പറയുന്നത് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. പെറ്റീഷൻ്റെ കൂടെ ഒരു ഒലീവ് ലീഫൊക്കെ വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. കോമൺ സെൻസ്. ഇനിയും നമ്മുടെ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ലഘുലേഖയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. ആരാണ് ഇതിൻ്റെ എഴുതിയത്? തോമസ് പെയിൻ. 1776 തോമസ് പെയിൻ എഴുതിയ പ്രശസ്തമായ ലഘുലേഖയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ തോമസ് പെയിൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിന്, ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയാമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാര് പറഞ്ഞതാണ്? തോമസ് പെയിൻ പറഞ്ഞതാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4 അമേരിക്ക എന്ത് ചെയ്യുന്നത്? സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കുന്ന ആരാണ്? തോമസ് ജെഫേഴ്സൺ ആണ്. യുദ്ധാവസാനം 1781 യോർക്ക് ടൗൺ യുദ്ധത്തോടുകൂടി ഈ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ ഒരു പോരാട്ടം അവസാനിക്കുകയാണ്. കാരണം ഈ യുദ്ധത്തിൽ ജോർജ് വാഷിങ്ടണിനോട് ബ്രിട്ടൻ്റെ ചാൾസ് കോൺവാലിസ് പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഈ തോൽവിയുടെ ആഫ്റ്റർ മാത്തായിട്ട് എന്ത് സംഭവിക്കുന്നു? പാരീസ് ഉടമ്പടി ഒപ്പിടേണ്ടി വരുന്നു. ആരൊക്കെ തമ്മിലാണ്? ബ്രിട്ടനും അമേരിക്കയും തമ്മിലാണ്. അവിടെ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ് നോക്കുക, 1783 സെപ്റ്റംബർ 3 പാരീസ് ഉടമ്പടി ഒപ്പിടുന്നത്. 1789 ലോകത്തിലെ ആദ്യ ലിഖിത ഭരണഘടനയായി അമേരിക്കൻ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കപ്പെടുന്നത്. അപ്പോൾ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരുവിധം പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാം നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റ് ഓപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത വളരെ കുറച്ച് പ്രധാനപ്പെട്ട ഇൻഫർമേഷനും കൂടെ ഒന്ന് പരാമർശിക്കാം. ഫ്രഞ്ച് റവല്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1789 1789 നടക്കുന്നത്. ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ രാജാവാരായിരുന്നു? ലൂയി 16 ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാനാണ് രാഷ്ട്രം എന്ന് ആരാണ് പ്രഖ്യാപിച്ചത്? ലൂയി 14 അവർക്ക് റൊട്ടിയില്ലെങ്കിൽ കേക്ക് കഴിക്കട്ടെ എന്ന് പറഞ്ഞത് ആരാണ്? മേരി ആൻറ്റോയിനറ്റ്. രാജ്ഞി പരിഹസിച്ചത് ആ രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വോൾട്ടേർ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചിന്തകനാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? കത്തോലിക്ക സഭയിലെ ചൂഷണങ്ങളെ ശക്തമായി വിമർശിച്ചു. റൂസോ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എങ്ങും അവൻ ചെങ്ങലകളിലാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ റൂസോ ഇത് ഏത് സമയത്താണ്? ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് റൂസോ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. മോണ്ടെസ്ക്യൂ നിയമത്തിൻ്റെ അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന പുസ്തകം എഴുതി. അപ്പം ഇത്രയും പറഞ്ഞ ഈ 3 തിങ്കേഴ്സും ഫ്രഞ്ച് റവല്യൂഷനെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ചിന്തകരാണ്. അവരുടെ ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഓർത്തിരിക്കുക. ബാസ്റ്റിൽ കോട്ട, ഫ്രഞ്ച് രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായി ഈ ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെടുന്നുണ്ട് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട്. എന്നാണ്? 1789 ജൂലൈ 14 ഈ ബാസ്റ്റിൽ കോട്ട തകർക്കുന്നുണ്ട്. അപ്പോൾ ബാസ്റ്റിൽ കോട്ട തകർക്കുന്നത് ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്? ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. ഫ്രഞ്ച് റവല്യൂഷനിൽ 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലിയിൽ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ട ചോദ്യത്തിലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലുള്ള അതേ വരികളാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് റഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം
1917 റഷ്യൻ റവല്യൂഷൻ നടക്കുന്നത്. ഭരണാധികാരി വിപ്ലവകാലത്തെ റഷ്യൻ ചക്രവർത്തി അല്ലെങ്കിൽ സർ ചക്രവർത്തി ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമനായിരുന്നു. രക്തരൂഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്ന ഈവൻ്റ് എന്ന് പറയുന്നത് എന്ന സംഭവം നടക്കുന്നത് റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ്. 1905 ജനുവരി 22 റഷ്യയിൽ നടന്നൊരു കൂട്ടക്കൊലയാണിത്. ഓക്കെ, അപ്പോൾ ഇതെന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കണം, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട. അതേപോലെ തന്നെ മാർച്ച് റവല്യൂഷൻ അല്ലെങ്കിൽ മാർച്ച് വിപ്ലവം റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ ഭരണം അവസാനിപ്പിച്ച വിപ്ലവമാണ് മാർച്ച് വിപ്ലവം എന്ന് പറയുന്നത്. റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട സംഭവമാണ് മാർച്ച് വിപ്ലവം എന്ന് പറയുന്നത്. ഒക്ടോബർ വിപ്ലവം റഷ്യയിൽ ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്ത വിപ്ലവമാണ്. അപ്പോൾ സാർ ചക്രവർത്തിമാരുടെ കയ്യിൽ നിന്ന് ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുത്ത വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത്. ഒക്ടോബർ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ പ്രശസ്തനായ നേതാവാണ് ലെനിൻ. പ്രധാന മുദ്രാവാക്യം ഭൂമി കർഷകർക്ക്, അധികാരം സോവിയറ്റുകൾക്ക്, സമാധാനം എല്ലാവർക്കും. ഓക്കെ, ഒക്ടോബർ വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന മുദ്രാവാക്യമാണ് ഭൂമി കർഷകർക്ക്, അധികാരം സോവിയറ്റുകൾക്ക്, സമാധാനം എല്ലാവർക്കും. അടുത്തത് ചൈനീസ് വിപ്ലവം 1911, 1949 എന്നീ രണ്ട് കാലഘട്ടങ്ങളിലായി നടക്കുന്നുണ്ട്. മഞ്ചു വംശം ചൈനയിൽ വിപ്ലവത്തിന് മുൻപ് ഭരിച്ചിരുന്ന രാജവംശമാണ് മഞ്ചു രാജവംശം. ഡോക്ടർ സൺ യാറ്റ്സൻ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡൻറ്റും ചൈനയുടെ രാഷ്ട്രപിതാവുമാണ് ഡോക്ടർ സൺ യാറ്റ്സൻ എന്ന് പറയുന്നത്. സൺ യാറ്റ്സൻ്റെ 3 തത്വങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ട്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഈവൻ്റാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. മാവോ സെതൂങ്ങിൻ്റെ നേതൃത്വത്തിൽ 1934 കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ യാത്രയാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. വിപ്ലവാനന്തരം 1949 ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വരുന്നു. അപ്പോൾ നമ്മൾ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടൊന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. വളരെ മിനിമലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രമേ ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ. കാരണം ക്വസ്റ്റ്യനിൽ ഏറ്റവും പ്രധാനമായിട്ട് അമേരിക്കൻ വിപ്ലവമായിരുന്നു പരാമർശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക.